ദൈവത്തിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം ഈ വൈകിയ സമയത്ത് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ICPFൻ്റെ കൊട്ടാരക്കര ഏരിയയുടെ മ്യൂസിക് ഫെസ്റ്റിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ പ്രതിസന്ധി നിറഞ്ഞ ഈ കാലയളവിൽ ഇങ്ങനെ ഒരു നല്ല കൂട്ടായ്മ ഒരുക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടയാക്കിയ വിലയേറിയ നന്മകളെ ഓർത്തുകൊണ്ട് ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഈ മ്യൂസിക് ഫെസ്റ്റ് നിങ്ങൾക്കെല്ലാവർക്കും ഒരനുഗ്രഹവും ആശ്വാസവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഈ മ്യൂസിക് ഫെസ്റ്റിൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം, തലകളെ വണക്കാം. കർത്താവിന് സ്തോത്രം, 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 സ്തോത്രം. നല്ലവനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. കർത്താവേ, ഇങ്ങനെ ഒരു മ്യൂസിക് ഫെസ്റ്റ് ICPFനെ ഒരുക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കി വിലയേറിയ നന്മകൾക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കുകയും അവരുടെ ജീവിതത്തിൽ വലിയ ആശ്വാസവും അനുഗ്രഹവും പകർന്ന് ആദരിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ പാടുന്ന കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാവരെയും ദൈവം ആത്മാവിൽ നിലനിർത്തി ആത്മാവിൻ്റെ അഭിഷേകത്തോടെ പാടുവാൻ അവരെ ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നടക്കുന്ന പ്രോഗ്രാമുകളെല്ലാം ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വമായി തീരുവാൻ സ്വർഗ്ഗം അവിടുന്ന് സഹായിക്കണമേ. ICPFൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ പ്രിയപ്പെട്ടവരെയും പേര് പേരായി ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. അവരുടെ പ്രവർത്തനങ്ങളൊക്കെയും ദൈവത്തിൽ അനുഗ്രഹമായി മാറുവാൻ, അവരുടെ പ്രയത്നങ്ങളൊക്കെയും ദൈവത്താൽ വർദ്ധിച്ചു വരുവാൻ തക്കൊണ്ട് ദൈവം സഹായിക്കേണ്ടതിന് ദൈവവരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രോഗ്രാം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീർന്നു എന്ന് പറയുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തിരുസാന്നിധ്യം കൊണ്ട് ഞങ്ങളെ മറയ്ക്കണമേ. എല്ലാം അനുഗ്രഹത്തോടെ ആയിത്തീർന്നു എന്ന് കേൾപ്പാൻ തക്കവണ്ണം ദൈവോട് ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. എല്ലാ നന്മകളും ഒരുക്കി ആദരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം. ഇൻ്റർ കോളേജിയേറ്റ് പ്രെയർ ഫെലോഷിപ്പ് ICPF കൊല്ലം ജില്ലയുടെ 8 ഏരിയകൾ ഉൾപ്പെടുന്ന ഒരു ഏരിയയായ കൊട്ടാരക്കര ഏരിയയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മ്യൂസിക് ഫെസ്റ്റിലേക്ക് എല്ലാവർക്കും എൻ്റെ ഹാർദവമായ സ്വാഗതം അറിയിക്കുന്നു. ഇന്ന് പാടുന്ന പാട്ടുകൾ, സന്ദേശങ്ങൾ എല്ലാം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും നിങ്ങളുടെ ജീവിതത്തിനും വളരെയധികം അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ICPF കൊട്ടാരക്കര ഏരിയയുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാളുകളായി വളരെയധികം നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 6 മണി മുതൽ 7 മണി വരെ ICPF കൊട്ടാരക്കരയുടെ ഏരിയ മീറ്റിംഗ് സൂം പ്ലാറ്റ്ഫോം വഴി നടത്തപ്പെടുന്നു. അതുപോലെ തന്നെ ചാരിറ്റി പ്രോഗ്രാം, ഗേൾസിൻ്റെ മീറ്റിങ്ങുകൾ, ചെയിൻ പ്രയർ, മീഡിയ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്നു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ ബോധവൽക്കരണ ക്ലാസ്സും അവരെ ക്രിസ്തുവിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തപ്പെടുന്ന ഈ പ്രവർത്തനത്തിൽ നിങ്ങളുടെ പങ്കാളിത്തം ഞങ്ങളെ ക്ഷണിക്കുന്നു. നിങ്ങളുടെ സഹകരണം ഞങ്ങൾ ചോദിച്ചുകൊള്ളുന്നു. ഈ മ്യൂസിക് ഫെസ്റ്റിൽ നിങ്ങളുടെ സഹകരണവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. തുടർന്ന് ഇന്നത്തെ മ്യൂസിക് ഫെസ്റ്റ് ലീഡ് ചെയ്യുന്നതിനായി കൊട്ടാരക്കര ഏരിയയിലെ CGPF മെമ്പറായ ദേവദാസൻ ലിബ്നി സാമിലിനെ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം ഈ സന്ധ്യയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊട്ടാരക്കര ICPFൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംഗീത സന്ധ്യയിൽ, ഈ സായം സന്ധ്യയിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് നിങ്ങളോടൊപ്പമായിരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കി തന്ന നല്ല നിമിഷത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഈ വൈകിയ സമയം ഓൺലൈനിലൂടെ ഞങ്ങളെ ശ്രമിക്കുന്ന എല്ലാ കർത്തൃദാസിദാസന്മാർക്കും മാന്യ കുഞ്ഞുങ്ങൾക്കും സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തയേശുവിൽ സന്ധ്യാവന്ദനത്തെ ഞങ്ങൾ അറിയിക്കുന്നു. ഈ വൈകിയ സമയം അനുഗ്രഹീതമായ ചില ഗാനങ്ങൾ നിങ്ങളുമായിട്ട് പാടി കർത്താവിനെ ആരാധിപ്പാൻ ഞങ്ങൾ കർത്താവിൽ ശരണപ്പെടുന്നു. വളരെ പ്രാർത്ഥനയോടെ ചില മിനിറ്റുകൾ ദൈവപാദപീഠത്തിലായിരിക്കാം. സംഗീതത്തിലൂടെ ഇന്ന് രാത്രി ഈ വൈകിയ സമയം ദൈവം നമ്മളോട് കൃത്യമായി സംസാരിക്കേണ്ടതിനായി
വളരെ പ്രാർത്ഥനയോടെ ചില മിനിറ്റുകൾ നമുക്ക് ഒരുമിച്ച് ദൈവപാദപ്രത്തിലായിരിക്കാം. സംഗീതക്കാരൻ ഇങ്ങനെ പറയുന്നു: നീ എൻ്റെ സംഗീതമാ, നീ എൻ്റെ കോട്ടയാ, നീ എൻ്റെ സർവമാ. സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നുകൊണ്ടിങ്ങനെ പറയുന്നു: എനിക്ക് സംഗീതമായി, എനിക്ക് കോട്ടയായി, എനിക്ക് സർവമായി, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാമായി യേശുവേ അങ്ങ് മാത്രമാണ്. യേശുവല്ലാത്തൊരു ജീവിതം എൻ്റെ ജീവിതത്തിലില്ല എന്ന് ഉറപ്പിക്കുന്ന അതിമനോഹരമായൊരു ഗാനത്തോടു കൂടി ഈ വൈകിയ സമയത്തെ ICPFൻ്റെ സംഗീത ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ശ്രമിച്ചാലും അതിനായി കർത്താവദാസി പ്രിയ അഗ്നസ് അർപ്പിത രണ്ടുപേരെ ക്ഷണിച്ചുകൊണ്ട് സങ്കേതം, നീയൻ കോട്ടയും, നീയൻ സർവവും യേശുവേ. ആ മാർവിൽ ചാരുമ്പോൾ ഭയമില്ല പ്രിയനേ, ആത്മാവിൽ ഞാൻ ആരാധിച്ചിടും, കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ, എനിക്കായി തകർന്നവരെ. കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ, എനിക്കായി തകർന്നവരെ. അസ്തമിച്ചാലും അന്ധകാരമെന്നെ തളർത്തിയാലും, സാധ്യതകളും അസ്തമിച്ചാലും അന്ധകാരമെന്നെ തളർത്തിയാലും, യേശുവന്റെ പക്ഷത്തുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ അടയാളങ്ങൾ വിശ്വാസ കണ്ടിടുന്നു ഞാൻ. യേശുനാമം ജയം എനിക്ക്, കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ, എനിക്കായി തകർന്നവരെ. കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ,
ഞാൻ ആ നല്ല സ്നേഹത്തെ, എനിക്കായി തകർന്നവനെ. കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ, എനിക്കായി തകർന്നവനെ. നീ എൻ സങ്കേതം, നീ എൻ കോട്ടയും, നീ എൻ സർവവും യേശുവേ. ആ മാർവിൽ ചായുമ്പോൾ ഭയമില്ല പ്രിയനേ, ആത്മാവിൽ ഞാൻ ആരാധിച്ചിടും. കീർത്തിച്ചിടും ഞാൻ ആ നല്ല സ്നേഹത്തെ, എനിക്കായി തകർന്നവനെ. 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 ഇരിക്കുന്ന ഇരിപ്പിൽ കരവും ശബ്ദവും ഉയർത്തി കർത്താവിനൊരു നന്ദി പറയണം. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനം നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇങ്ങനെ പാട്ടുകാരൻ പറയുന്നു, എല്ലാം തകർന്നു പോയൊരു സാഹചര്യം. ഒരിക്കൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് ഒരുമിച്ച് ഗദരദേശത്തേക്ക് പോകുമ്പോൾ ശിഷ്യന്മാർ പറയുന്നൊരു പദമുണ്ട്, ഗുരുവേ, ഞങ്ങൾ തകർന്നു പോകുകയാണ്, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? ഇന്ന് ഈ സായം സന്ധ്യയിൽ ഞങ്ങളുടെ ഗാനങ്ങൾ ശ്രമിക്കുന്നവർ ആർക്കെങ്കിലും ഹൃദയത്തിനകത്ത് ഇങ്ങനൊരു ചിന്തയുണ്ടെങ്കിൽ, എല്ലാം തകർന്നു പോയി എന്നൊരു ചിന്ത നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, എല്ലാം തീർന്നു പോയി, എല്ലാം സ്തംഭിച്ചു പോയി എന്നൊരു ചിന്ത നിങ്ങളുടെ ഹൃദയത്തിൽ അലട്ടുന്നുണ്ടെങ്കിൽ, ഇന്ന് വൈകിയ സമയത്ത് ഈ ഗാനം നിങ്ങൾ ശ്രവിക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പാ, ഒന്നും തകർന്നിട്ടില്ല. തകർന്നിടത്തൊന്ന് പണിയുന്ന ഒരു സർവശക്തനായ ദൈവം ഇന്ന് വൈകിയ സമയം ജീവിക്കുന്നുണ്ട്. ആ ദൈവത്തെ പ്രകീർത്തിക്കുന്ന അതിമനോഹരമായൊരു ഗാനം നമുക്ക് ശ്രവിക്കാം. അതിനായി പ്രിയ അബിൻ VS ക്ഷണിച്ചോളൂ. എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ, ഇനിമേലാൽ ഉയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചവർ. എല്ലാം തകർന്നു പോയി എന്നെ നോക്കി പറഞ്ഞവർ, ഇനിമേലാൽ ഉയരുകയില്ല എന്നു പറഞ്ഞു ചിരിച്ചവർ. എങ്കിലും നീ എന്നെ കണ്ടതോ അതതിശയം, എന്നുണർവിൻ പുകഴ്ചയെല്ലാം അങ്ങൊരുവന് മാത്രമേ. എങ്കിലും നീ എന്നെ കണ്ടതോ അതതിശയം, എന്നുണർവിൻ പുകഴ്ചയെല്ലാം അങ്ങൊരുവന് മാത്രമേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ.
ഉടഞ്ഞുപോയ പാത്രമാണ്, ഉപയോഗമറ്റിരുന്നു. ഒന്നിനും ഉതകാതെ തള്ളപ്പെട്ടു കിടന്നിരുന്നു. ഉടഞ്ഞുപോയ പാത്രമാണ്, ഉപയോഗമറ്റിരുന്നു. ഒന്നിനും ഉതകാതെ തള്ളപ്പെട്ടു കിടന്നിരുന്നു. കുശവനെ നിൻകരം നീട്ടിയെന്നെ മെനഞ്ഞല്ലോ. വീണുപോയ ഇടങ്ങളിലെല്ലാം എന്തലയെ ഉയർത്തിയേ. കുശവനെ നിൻകരം നീട്ടിയെന്നെ മെനഞ്ഞല്ലോ. വീണുപോയ ഇടങ്ങളിലെല്ലാം എന്തലയെ ഉയർത്തിയേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം വളരണം, നീ മാത്രം യേശുവേ. ദൈവം ധാരാളമായി പ്രിയ പൈതലെ അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു ഗാനം ഇങ്ങനെ പറയുന്നു: തേനിലും മധുരം ഭേദമല്ലാതെ. ദൈവവചനത്തെക്കുറിച്ച് തിരുവെഴുത്ത് ആഗമനം നാം പഠിച്ചു കഴിഞ്ഞാൽ തിരുവെഴുത്തിനെക്കുറിച്ച് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ദൈവത്തിൻ്റെ വചനം തേനിലും തേൻകട്ടയിലും മധുരമേറിയതാണ്. അങ്ങനെയെങ്കിൽ തേനിലും തേൻകട്ടയിലും മധുരമേറിയ ദൈവത്തിൻ്റെ വചനം ഓരോ നിമിഷവും ഓരോ മണിക്കൂറും നമ്മുടെ അതരത്തിൽ നിന്ന് ഉരുവിടുമ്പോൾ നമ്മുടെ ഹൃദയപ്പലകയിൽ നാം അത് എഴുതി ചേർക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, അല്ലെങ്കിൽ ഏത് കയ്പുള്ള സാഹചര്യത്തിലും, ഏത് പ്രയാസകരമേറുന്ന സാഹചര്യത്തിലും, ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഒരു കാര്യം ഉറപ്പാ, അല്ലെങ്കിൽ തേനിലും മധുരമേറിയ വചനത്തിന് നമ്മെ ബലപ്പെടുത്തുവാൻ, നമ്മുടെ മാറയെ മാറ്റി മധുരകരമാക്കുവാൻ കഴിയും. ഒരിക്കൽ ഇസ്രായേൽ മക്കൾ ഹല്ലേലൂയ കടന്നു വരുമ്പോൾ അവർക്ക് ദാഹിച്ചിട്ട് കുടിച്ച വെള്ളം മാറയായി തീർന്നു. പക്ഷേ തിരുവെഴുത്ത് ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു: ഒരു തൊട്ടടുത്തുള്ള ഒരു വൃക്ഷത്തിൻ്റെ കൊമ്പ് വെട്ടിയിട്ടപ്പോൾ ആ മാറ മാറി അത് മധുരമായി തീർന്നു. അങ്ങനെയെങ്കിൽ കയ്പനുഭവിക്കുന്ന കുഞ്ഞുങ്ങൾ, കയ്പനുഭവിക്കുന്നവർ, പ്രയാസത്തിലൂടെ കടന്നു പോകുന്നവർ ഇന്ന് പകൽ ഈ ഗാനത്തിലൂടെ ഇന്ന് പകൽ ദൈവം നിങ്ങളെ ഉറപ്പിക്കുകയാണ്. തേനിലും മധുരമായ തേൻകട്ടിലും മധുരമേറിയ ദൈവവചനത്തിൻ്റെ വിടുതൽ നിങ്ങളിൽ വ്യാപരിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ മനോഹരമായ ഗാനത്തെ ആലപിക്കുവാൻ ജിനോയ് ജേക്കബിനെ ക്ഷണിച്ചുകൊണ്ടൊരു വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. മധുരം വേദമില്ലാതിന്നേതുണ്ടു ചൊല്ലോഴ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചും ധ്യാനിക്കുമെന്തോഴ. തേനിലും മധുരം വേദമില്ലാതിന്നേതുണ്ടു ചൊല്ലോഴ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചും ധ്യാനിക്കുമെന്തോഴ.
ഭൂലോക മഹിമകൾ മുഴുവൻ മാഞ്ഞിടുമൻ തോഴ ദിവ്യ രഞ്ജിത വചനം വഞ്ചിതമാകാൻ ഫലമൊഴിക്കും തോഴ മഞ്ഞുപോലോക മഹിമകൾ മുഴുവൻ മാഞ്ഞിടുമൻ തോഴ ദിവ്യ രഞ്ജിത വചനം വഞ്ചിതമാക്കാൻ ഫലം പൊഴിക്കും തോഴ തേനിലും മാധുരം ഭേദമില്ലാതിന്നേതുണ്ട് ചൊല്ലോഴ നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചും ധ്യാനിക്കുമൻ തോഴ വസ്ത്രങ്ങളും മിന്നും രത്നങ്ങളും ഇത് സമമോ തോഴ എന്നും പുതുബലമാരുളും അതിശോഭ കലരും ഗതിതരും അന്യോന്യം പൊന്നും വസ്ത്രങ്ങളും മിന്നും രക്തങ്ങളും ഇത് സമമോ തോഴ പുതുബലമാരുളും അതിശോഭ കലരും ഗതിതരുമന്യോന്യം തേനിലും മാധുരം വേദമില്ലാതിന്നേതുണ്ട് ചൊല്ലോഴ നീ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചും ധ്യാനിക്കുമെൻ തോഴ തേനിലും മാധുരം ഭേദമില്ലാതിന്നേതുണ്ട് ചൊല്ലോഴ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചും ധ്യാനിക്കുമെൻ തോഴ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചും ധ്യാനിക്കുമെൻ തോഴ സശ്രദ്ധമിതിലെ സത്യങ്ങൾ വായിച്ചും ധ്യാനിക്കുമെൻ തോഴ വളരെ മനോഹരമായി പാടിയ പ്രിയ പൈതലിനെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് ഇങ്ങനെ പാട്ടുകാരൻ പറയുന്നു, എൻ്റെ ദൈവം വാഴുന്നു. പലരും മൺമറഞ്ഞു പോയപ്പോൾ, പലരുടെയും ശവക്കല്ലറകൾ അടയപ്പെട്ട് കിടക്കുമ്പോൾ പാട്ടുകാരൻ ആത്മനിറവിൽ നിന്നുകൊണ്ട് പറയുക, എൻ്റെ ദൈവം വാഴുന്നു, എൻ്റെ ദൈവം ജീവിക്കുന്നു, എൻ്റെ ദൈവം രാജാതി രാജാവായി വാഴുന്നു. വാഴ്ത്തപ്പെട്ട കർത്താവിനെ പ്രകീർത്തിക്കുന്ന അതിമനോഹരമായൊരു ഗാനം പ്രിയ ജോയൽ റജി നമ്മൾക്ക് വേണ്ടി ആലപിക്കുന്നു. വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. വാഴുന്നു, എൻ്റെ ദൈവം വാഴുന്നു. രാവിലും പകലിലും വാനിലും ഭൂമിയിലും എൻ്റെ ദൈവം വാഴുന്നു. എൻ്റെ ദൈവം വാഴുന്നു, എൻ്റെ ദൈവം വാഴുന്നു. രാവിലും പകലിലും
വാനിലും ഭൂമിയിലും എൻ്റെ ദൈവം വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാതിരാജാവായി വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാതിരാജാവായി വാഴുന്നു. ദൈവം വാഴുന്നു. ഇളകി മറിയും കടലിൻ നടുവിലും എൻ്റെ ദൈവം വാഴുന്നു. കലങ്ങി മറിയും മനസ്സിനുള്ളിലും എൻ്റെ ദൈവം വാഴുന്നു. കലങ്ങി മറിയും മനസ്സിനുള്ളിലും എൻ്റെ ദൈവം വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാതിരാജാവായി വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാതിരാജാവായി വാഴുന്നു. ചൂടായി വരുമ്പോൾ എൻ്റെ ദൈവം വാഴുന്നു. ഏഴുമടങ്ങ് ചൂടായി വരുമ്പോൾ എൻ്റെ ദൈവം വാഴുന്നു. അഗ്നിയിൻ നടുവിലും നാലാമനായവൻ എൻ്റെ ദൈവം വാഴുന്നു. അഗ്നിയിൻ നടുവിലും നാലാമനായവൻ എൻ്റെ ദൈവം വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാതിരാജാവായി വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാതിരാജാവായി വാഴുന്നു. എൻ്റെ ദൈവം വാഴുന്നു, എൻ്റെ ദൈവം വാഴുന്നു, രാവിലും പകലിലും വാനിലും ഭൂമിയിലും എൻ്റെ ദൈവം വാഴുന്നു. എൻ്റെ ദൈവം വാഴുന്നു, എൻ്റെ ദൈവം വാഴുന്നു, രാവിലും പകലിലും വാനിലും ഭൂമിയിലും എൻ്റെ ദൈവം വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാതിരാജാവായി വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാതിരാജാവായി വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, നിത്യപുരോഹിതൻ വാഴുന്നു. അവൻ വാഴുന്നു, അവൻ വാഴുന്നു, രാജാതിരാജാവായി വാഴുന്നു. കരങ്ങൾ ഉയർത്തി നമുക്ക് ഒരുമിച്ച് കർത്താവിനൊരു സ്തോത്രം ചെയ്യാം.
എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നുവെന്ന് ക്രിസ്തുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മളായിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ വളരെ പ്രാർത്ഥനയോടെ വളരെ സന്തോഷത്തോടു കൂടി നമുക്കായിരിക്കാം. ഒത്തിരി ഗാനങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മലയാള ഗാനങ്ങളാണ്. ഇനിയൊരു തമിഴ് ഗാനം നമ്മൾ ശ്രമിക്കാൻ പോകുകയാണ്. പ്രിയമാന ദേവനെ എന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു തമിഴ് ഗാനം നമ്മൾക്ക് ശ്രമിക്കാം. അതിനായിട്ട് അബിൻ വി എസിനെയും ജിനോ ജോയ് ജേക്കബിനെയും അതിനായി ക്ഷണിച്ചുകൊണ്ട് தேவனே உமை நோக்கி பார்க்கிறேன், கலக்கமென கையினி இல்லை இயேசு நாமத்தில், கவலையதவை இனி இல்லை இயேசு நாமத்தில். பிரியமான தேவனே உமை நோக்கி பார்க்கிறேன், கலக்கமென கையினி இல்லை இயேசு நாமத்தில், கவலையதவை இனி இல்லை இயேசு நாமத்தில். அன்பே நான் எப்போதும் உம்மை துதிக்கிறேன், அன்பே நான் எப்போதும் உம்மை துதிக்கிறேன். என்னை தேடி இயேசு வந்தார், என்னை வாழ்வு மாற்றி விட்டார், என்னை வாழ்வதானா நல்ல இந்த இயேசு வாழ்ந்தார். பிரியமான தேவனே உம்மை நோக்கி பார்க்கிறேன், கலகமென இனி இல்லை இயேசு நாமத்தில், கவலையதவை இனி இல்லை இயேசு நாமத்தில். பிரியமான தேவனே உம்மை நோக்கி பார்க்கிறேன், கலக்கமென இனி இல்லை இயேசு நாமத்தில், கவலையதவை இனி இல்லை இயேசு நாமத்தில். தள்ளி எந்தாலும் இயேசு என் பக்கம் வந்தென்னே மாரோடு சேர்த்தார். யாரென்னே தள்ளி என்னாலும் இயேசு என் பக்கம் வந்தென்னே மாரோடு சேர்ப்பார். தாயும் அவரே என் தந்தையும் அவரே, எல்லாம் இயேசு எனக்கெல்லாம் இயேசு. அவர் வல்லவர் வல்லவர் சர்வ வல்லவர் வல்லவர், அல்லேலூயா மனமகிழ்ந்து ஆராதிப்பேன். வல்லவர் நல்லவர் சர்வ வல்லவர் வல்லவர், அல்லேலூயா மனமகிழ்ந்து ஆராதிப்பேன், அல்லேலூயா மனமகிழ்ந்து ஆராதிப்பேன். பிரியமான தேவனே உம்மை நோக்கி பார்க்கிறேன், கலகமென இனி இல்லை இயேசு நாமத்தில், கவலையதவை இனி இல்லை இயேசு நாமத்தில். பிரியமான தேவனே உம்மை நோக்கி பார்க்கிறேன், கலகமென இனி இல்லை இயேசு நாமத்தில், கவலையதவை இனி இல்லை இயேசு நாமத்தில். படிக்கல உயரலே பட்டதாரியாகலே, ஆனாலும் வாழ்கிறனையே ஆழமல்லாயிருக்கிறே, ஆனாலும் படிக்கல உயரலே பட்டதாரியாகலே, ஆனாலும் வாழ்கிறனையே. இருக்கிற நிர்மூலா நகாமலா இருக்கிறேன், ஆனாலும் இருக்கிறனையே. கிருப 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 எல்லாம் கிருப 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 கிருப. நான் இல்லை என் பலனில்லை என் தாளந்தில்லை எல்லாம் கிருபே, நான் இல்லை என் பலனில்லை என் தாளந்தில்லை எல்லாம் கிருபே. கிருப 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 எல்லாம் கிருப 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 எல்லாம் கிருப 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 கிருப.
ഇന്നു നാഴിയല്ലേ ഇന്നും തോറ്റു പോകല്ലേ ആനാലും വാഴ്கிறனையே പോരാട്ടങ്ങൾ മുടിയല്ലേ പാടുകളും തീരല്ലേ ആനാലും നിൽக்கிறனையே ഇന്നു നാഴിയല്ലേ ഇന്നും തോറ്റു പോകല്ലേ ആനാലും വാഴ്கிறனையே പോരാട്ടങ്ങൾ മുടിയല്ലേ പാടുകളും തീരല്ലേ ആനാലും നിൽக்கிறனையே കിരുബ 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 എല്ലാം കിരുബ 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 എല്ലാം കിരുബ 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 എന്നലയില്ലേ എന്നാലതില്ലേ എല്ലാം കിരുബേ ഞാനില്ലേ എന്നലയില്ലേ എന്നാലതില്ലേ എല്ലാം കിരുബേ കിരുബ 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 എല്ലാം കിരുബ 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 എല്ലാം കിരുബ 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 എല്ലാം കിരുബ 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 എല്ലാം കിരുബ 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 കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ വൈകിയ സമയം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കൊട്ടാരക്കര ICPFൻ്റെ നേതൃത്വത്തിൽ ഈ വൈകിയ സമയം നടക്കുന്ന ഈ സംഗീത സന്ധ്യയിൽ നമ്മൾക്ക് ഒരുമിച്ചായിരിക്കാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇത്രയും സമയം നമ്മൾ അതിമനോഹരമായ ഗാനങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. കർത്താവിനെ ആരാധിപ്പാൻ പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം നമുക്ക് അവസരത്തെ ഒരുക്കി. ഇതെല്ലാം നമ്മുടെ ആത്മീക ജീവിതത്തിന് അനുഗ്രഹത്തിനും വിടുതലും ദൈവപ്രതിയും കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ കൊട്ടാരക്കര കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ICPFൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് പ്രാരംഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഒരു വല്ലാത്ത കാലഘട്ടത്തിലേക്ക് ഞാനും നിങ്ങളും എത്തപ്പെട്ടിരിക്കുക. വഴിതെറ്റിപ്പോകുന്ന തലമുറകൾ വഴിതെറ്റിപ്പോകുന്ന തലമുറകളെ പാപത്തിൻ്റെ ചേറ്റിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ചില വർഷങ്ങൾ കൊണ്ട് ഇതിൻ്റെ പിന്നിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒത്തിരി പേരെ ഈ സമയം ഓർക്കുവാൻ ഉണ്ട്. അതിലുപരിയായിട്ട് അതിന് വേണ്ടുന്ന കൃപകളും അതിന് വേണ്ടുന്ന ബുദ്ധി ഉപദേശമൊക്കെ തരുന്ന വാത്സല്യ പിതാക്കന്മാർ ഇതിൻ്റെ പിന്നിലുണ്ട്. എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ഈ സായം സന്ധ്യയിൽ ഒരു അല്പസമയം തിരുവെടുത്തിൽ നിന്ന് 1-2 ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. നമുക്കൊക്കെ വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്ത് ഇന്ന് പകൽക്കാലം വായിക്കുവാൻ ഈ വൈകിയ സമയം വായിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഒരിക്കൽ യോസഫ് തൻ്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാനായിട്ട് പോകുകയാണ്. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം നാം പഠിക്കുമ്പോൾ അതിനകത്ത് വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നൊരു ഭാഗമുണ്ട്. 37-ാം അധ്യായം. സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാൻ യോസഫ് തൻ്റെ സഹോദരന്മാരുടെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ ദൂരത്ത് നിന്ന് തൻ്റെ ഇളയ സഹോദരനായ യോസഫിനെ സഹോദരന്മാർ ഒരുമിച്ച് കണ്ടിട്ട് അവർ പറയുന്നൊരു പദം എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു ഭാഗമാണ്. 2 ദർശനങ്ങൾക്ക് ഉടമസ്ഥനായ, 2 ദർശനങ്ങളെ ദർശിച്ച, 2 ദർശനങ്ങൾ കണ്ട, 2 സ്വപ്നങ്ങൾ കണ്ട ഒരു ചെറുപ്പക്കാരനായിരുന്നു യോസഫ് തൻ്റെ സഹോദരന്മാരോട്, തൻ്റെ പിതാവിനോട്, തൻ്റെ മാതാവിനോടൊക്കെ ദൈവം തന്നെ കാണിച്ച ദൈവത്തിൻ്റെ ആത്മനിറവിൽ താൻ കണ്ട ദർശനത്തെ തൻ്റെ പിതാവിനോട്, തൻ്റെ മാതാവിനോട്, തൻ്റെ സഹോദരങ്ങളോടൊക്കെ താൻ വിവരിച്ചു. ദൈവം എനിക്ക് 2 ദർശനം തന്നു. ആ ദർശനത്തോടു കൂടിയുള്ള തൻ്റെ മുൻപോട്ടുള്ള യാത്ര ഞാൻ ആ ഭാഗങ്ങളൊന്നും ഒത്തിരി വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒരൊറ്റ ചിന്ത മാത്രം ഞാൻ നിങ്ങളിൽ പങ്കുവെച്ച് പ്രാർത്ഥിക്കാം. വളരെ സ്നേഹത്തോടെ തൻ്റെ കൂടപ്പിറപ്പുകളെ കാണുവാനായിട്ട് തൻ്റെ പിതാവിൻ്റെ അരികിൽ നിന്ന് തൻ്റെ സഹോദരന്മാരുടെ അരികിലേക്ക് ചെല്ലുമ്പോൾ സഹോദരന്മാർ മറുഭാഗത്ത് കൂടി നിന്ന് യോസഫിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് പറയുക, സ്വപ്നക്കാരൻ വരുന്നുണ്ട്, ദോണ്ട വരുന്നുണ്ട് സ്വപ്നക്കാരൻ. അടുത്തൊരു പദമാണ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചത്. എന്നിട്ട് അവർ പറയുന്നൊരു പദം ഇങ്ങനെയാണ്: നമുക്കവനെ കൊന്നു കളയാം, യോസഫിനെ
സ്വന്തം സഹോദരന്മാർ കൊന്നുകളയുവാൻ പദ്ധതിയിട്ടു. ക്ഷേമം അന്വേഷിക്കുവാൻ വരുന്നവനെ ക്ഷേമം അന്വേഷിക്കുന്നതിന് മുൻപ്, തൻ്റെ അരികിലെത്തുന്നതിന് മുൻപ് സഹോദരന്മാർ ഒരുമിച്ച് പറയുക, കൊന്നുകളയാം, ഭൂമിയുടെ പരപ്പിൽ നിന്ന് അവനെ എടുത്തു മാറ്റാം. എന്നിട്ട് പറയുന്നൊരു പദമാണ് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചതും, എന്നെ ഒത്തിരി ഹല്ലേലൂയ ദൈവത്തോട് അടുപ്പിച്ചതും, ഒത്തിരി പ്രാർത്ഥിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചതുമായൊരു പദം. ഇന്ന് വൈകിയ സമയം ഈ ദൈവശബ്ദം ഓൺലൈനിലൂടെ ശ്രമിക്കുന്ന എല്ലാ ദൈവമക്കളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദർശനം എവിടെയുണ്ടോ അവിടെ ഒരു വെല്ലുവിളി കിടപ്പുണ്ട്. സ്വപ്നം എവിടെയുണ്ടോ അവിടെ ഒരു സ്തോത്രം മരണം കിടപ്പുണ്ട്. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, നമുക്കവനെ കൊന്നുകളയാം. എന്നിട്ട് അടുത്തൊരു പദം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, അവൻ്റെ ദർശനം എന്താകുമെന്ന് നമുക്കൊന്ന് കാണാം. ശക്തമായൊരു വെല്ലുവിളി. പുറത്തുനിന്നല്ല കുഞ്ഞുങ്ങളെ, പുറത്തുനിന്നല്ല പ്രിയപ്പെട്ടവരെ, അകത്തുനിന്നൊരു വെല്ലുവിളി ഉയരുമ്പോൾ വല്ലാത്തൊരു തകർച്ച, വല്ലാത്തൊരു ഒരു ഭയം, വല്ലാത്തൊരു ക്ഷീണം നമ്മുടെ ജീവിതത്തിനകത്തേക്ക് വരുവാൻ സാധ്യതയുണ്ട്. എന്താ കാരണം? പുറത്തുനിന്നൊരു വെല്ലുവിളിയാണെങ്കിൽ പുറത്തുള്ളവനെ നമുക്ക് സ്തോത്രമല്ല ശ്രദ്ധിക്കാതെ മുൻപോട്ട് പോകാം. എന്നാൽ അകത്തുനിന്നൊരു വെല്ലുവിളി ഉയർന്നാൽ, ഇന്ന് ഈ സായം സന്ധ്യയിൽ ഈ ദൈവശബ്ദത്തെ ശ്രമിക്കുന്ന ദൈവമക്കൾ, ഇന്ന് രാത്രിയിൽ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ നിങ്ങൾ ഈ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പലപ്പോഴും നിങ്ങൾ പറയുന്നൊരു പദമാ, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടതാ, സ്തോത്രം, എനിക്ക് ആരുമില്ല, എനിക്ക് മുൻപോട്ട് പോകുവാൻ, എന്നെ ഒന്ന് സഹായിപ്പാൻ, എന്നെ ഒരു നല്ല വാക്ക് പറഞ്ഞു തരുവാൻ, എന്നെ ഒന്ന് കൈത്താങ്ങിൽ തന്ന് എന്നെ ഒന്ന് ഉയർത്തുവാൻ, എൻ്റെ സങ്കടം അറിയുവാൻ, എൻ്റെ അടുത്തൊന്ന് വന്നിരിക്കുവാൻ, എന്നെ ഒന്ന് സ്വാന്തനപ്പെടുത്തുവാൻ എൻ്റെ മുൻപിൽ ആരുമില്ല. ആരുമില്ലാതിരിക്കുന്ന, ആരുമില്ല എന്ന് തോന്നുന്ന ആരെങ്കിലും ഇന്ന് പകൽ ഈ ദൈവശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചു കൊള്ളുക, നിന്നിലൊരു ദർശനമുണ്ട്. ഇന്ന് പകൽ ഈ വൈകിയ സമയം ഇത്രയുമൊക്കെ പ്രയാസപ്പെട്ട് ഈ ഓൺലൈനിലൂടെ ഇങ്ങനെ ഒരു സംഗീത സന്ധ്യ നടത്തിയതിന് ഒറ്റ കാരണമേ ഉള്ളൂ, മറ്റൊന്നുമല്ല. സ്തോത്രം ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു ദർശനം ഞങ്ങളുടെ പിന്നിലുണ്ട്. സ്തോത്രം. ഒരു ദർശനത്തോടുള്ള ബന്ധത്തിലാണ് സ്തോത്രം ഈ പ്രവർത്തനങ്ങളുടെ ആരംഭം കിടക്കുന്നത്. സ്തോത്രം. അല്ലല്ലോ, ഈ പ്രവർത്തനത്തിന് പിന്നിൽ ദൈവം നൽകി തന്നൊരു ദർശനമുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ ദർശനത്തെ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. പ്രവാചകൻ ഇങ്ങനെ പറയുന്നത്, ദർശനത്തിനൊരു അവധി വെച്ചിരിക്കുന്നു, അത് അതിൻ്റെ സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, അത് വൈകിയാലും വരും, നിശ്ചയമാ. അതിനുവേണ്ടി കാത്തിരിക്കണം. ഈ പകൽ ഒത്തിരി ദൈവശബ്ദം കേട്ട കുഞ്ഞുങ്ങൾ, ഒത്തിരി ദൈവശബ്ദം കേട്ട ദൈവദാസന്മാർ, ഒത്തിരി ദൈവശബ്ദം കേട്ട ദൈവമക്കൾ ഇന്ന് പകൽ ഈ ദൈവശബ്ദത്തെ കേൾക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങളോട് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് ആത്മനിറവിൽ നിന്നുകൊണ്ട് പറയാ, ദർശനത്തിനൊരു അവധി ദൈവം വെച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ആരൊക്കെ അതിനെ തകർക്കുവാൻ നോക്കിയാലും, ആരൊക്കെ അതിനെ വെല്ലുവിളിക്കുവാൻ നോക്കിയാലും, ആരൊക്കെ അതിനെ ഉന്മൂലനാശം ചെയ്യുവാൻ നോക്കിയാലും, അല്ലെങ്കിൽ ദർശനം പ്രാപിച്ച ദൈവമക്കളാണെങ്കിൽ, ദർശനം പ്രാപിച്ചൊരു ദൈവ പൈതലാണെങ്കിൽ, ആ ദർശനത്തിന് വേണ്ടി ചുവടുകൾ ഉറപ്പിക്കുവാൻ ഈ പകൽ ആത്മാവിലൊരു ഒരുക്കത്തോടു കൂടി ആയിരിക്കണം. യോസഫ് തൻ്റെ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിക്കുവാനായിട്ട് അടുത്തിട്ടൊക്കെ വരുമ്പോൾ തന്നെ നോക്കിക്കൊണ്ട് തൻ്റെ സഹോദരന്മാർ, തന്നെ ചേർത്ത് നിർത്തേണ്ടുന്നവർ, തന്നെ സ്തോത്രമല്ലയോ വല്ലാതെ സ്നേഹിക്കേണ്ടുന്നവർ, സ്തോത്രമല്ല തന്നെ നോക്കിക്കൊണ്ട് പറയുക, സ്തോത്രമല്ല മറ്റൊന്നുമല്ല, അവൻ്റെ ദർശനം എന്താകുമെന്ന് നമുക്കൊന്ന് കാണാം. എന്ന് വെച്ചാൽ ദൈവം കൊടുത്ത സ്വപ്നത്തെ, ദൈവം കൊടുത്ത വെളിപ്പാടിനെ, ദൈവം കൊടുത്ത ദർശനത്തെ ഒന്നുമല്ലാതാക്കി മാറ്റുവാൻ ഒന്നുകൂടെ പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ഞാനും നിങ്ങൾ കേട്ട ദൈവശബ്ദത്തെ പരിശുദ്ധാത്മാവ് നിറവിൽ ദൈവഭൃത്യന്മാർ നമ്മളോട് അറിയിച്ച അരുളപ്പാടുകളെ അതൊന്നുമല്ലാതാക്കി മാറ്റുവാൻ, അതിനെ എന്നേക്കുമായി തകർത്തു മാറ്റുവാൻ, അതിനെ മണ്ണിട്ട് മൂടുവാൻ, ഒരു ഭാഗത്ത് ഗൂഢാലോചന നടത്തുമ്പോൾ മറുഭാഗത്ത് ആത്മനിറവുള്ള ദൈവമക്കൾ ഇന്ന് പകൽ ഉറപ്പോടെ പറയണം, അല്ലല്ലോ സ്വന്തം കണ്ണുകൊണ്ട് ഞാൻ ചില മറുപടികൾ കാണാൻ പോകുകയാണ്. അന്യ കണ്ണുകൊണ്ടല്ല, സ്വന്തം കണ്ണുകൊണ്ട്. അല്ല, ദൈവം എന്നോട് പറഞ്ഞ, ദൈവം എന്നെ ഫലമേൽപ്പിച്ച, ദൈവം എന്നെ കാണിച്ച ചില വെളിപ്പാടിന്റെ സമാപ്തിയിലേക്ക് ദൈവം എന്നെ കൊണ്ടെത്തിക്കുമെന്ന് എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ആത്മനിറവിൽ പറയുവാൻ കഴിയും? അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ദൈവമക്കളുണ്ടെങ്കിൽ, അങ്ങനെ പറയുന്നവരുണ്ടെങ്കിൽ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ആ കരമുയർത്തി ദൈവത്തോട് പറയണം, അങ്ങനെ കാണിച്ച വെളിപ്പാടിലേക്കാണ് ഞാൻ പോകുന്നത്, അങ്ങനെ കാണിച്ച ദർശനത്തിലേക്കാണ് ഞാൻ പോകുന്നത്. ആരൊക്കെ എതിര് നിന്നാലും, ആരൊക്കെ വഴിയടച്ചാലും, ആരൊക്കെ ഗൂഢാലോചന നടത്തിയാലും, ആരൊക്കെ എന്നെ ഒറ്റപ്പെടുത്തിയാലും, ദൈവം എൻ്റെ മേൽ പകർന്ന അഭിഷേകം, ദൈവം എന്നെ കാണിച്ച വെളിപ്പാട്, ദൈവം എന്നെ അറിയിച്ച അരുളപ്പാട് അതൊരിക്കലും പാടായി പോകത്തില്ല. അതിൻ്റെ ഒരു സമാപ്തിയിലേക്ക് ഞാൻ ബന്ധപ്പെടുകയാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദൈവം കാണിച്ചൊരു വെളിപ്പാടുണ്ട്, ദൈവം കാണിച്ചൊരു ദർശനമുണ്ട്. ആ ദർശനത്തെ മണ്ണിട്ട് മൂടുവാൻ ആരൊക്കെ ശ്രമിച്ചാലും ഇന്ന് പകൽ കുറിച്ചു വെച്ചോ ഈ ദൈവശബ്ദത്തെ, അല്ലലിയ എന്നെ പകയ്ക്കുന്നവർ കണ്ട് ലജ്ജിക്കേണ്ടതിന് നന്മയ്ക്കൊരു അടയാളമാക്കി മാറ്റുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ആ ദൈവിക പദ്ധതിയിലേക്ക് ദൈവം നമ്മെ കൊണ്ടെത്തിക്കുന്ന വഴികളും കാലഘട്ടങ്ങളുമാണെന്ന് ഇന്ന് പകൽ വചനത്തിലൂടെ ഉറപ്പിച്ചു പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് പകൽ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുവാൻ കഴിയും?
സ്വന്തം സഹോദരന്മാർ പറയുക കൊന്നുകളഞ്ഞേക്കാം, കൊല്ലാം അവനെ, ഭൂമിയുടെ പരപ്പിൽ വെക്കണ്ട. യോസഫ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ആ യോസഫ് എന്ന് പറയുന്ന ആ ഒരു കുഞ്ഞ് ചെറുപ്പക്കാരൻ, അവൻ ഭൂമിയുടെ പരപ്പിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ അവൻ കണ്ട വെളിപ്പാട്, അവൻ കണ്ട ദർശനം, അത് എന്താകും? സ്തോത്രം. അതിനൊരു സമാപ്തി എങ്ങനെ വരും? സ്തോത്രം. വല്ലാതെ ആത്മഹത്യ, സ്തോത്രമല്ല, മറ്റൊരു തലത്തിലേക്ക് എത്തപ്പെട്ടുകൊണ്ട് നിൽക്കുന്നൊരു കാലഘട്ടം. എന്താ അത് വിളിച്ചു പറയുന്നത്? ജീവിതത്തിൻ്റെ സകല വഴികളും അടഞ്ഞു, സകല അല്ലല്ലോ മുൻപോട്ട് പോകുവാൻ ഒരു മാർഗവും ഇല്ലാതെ സകല വഴികളിലും ഒറ്റപ്പെട്ട് നിൽക്കുമ്പോൾ ചിന്തിക്കുന്നൊരു ചിന്തയാ, തീർന്നേക്കാം, ഇനി ഭൂമിയിൽ ജീവിക്കണ്ട, മരിച്ചേക്കാം. എന്നാൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ലെന്നുകൂടെ ഇന്ന് പകൽ ഞാൻ വചനത്തിലൂടെ നിന്നുകൊണ്ട് പറയുകയാണ്. സ്തോത്രം. ആത്മഹത്യ ചെയ്യണമെന്നോ അല്ലെങ്കിൽ മരിച്ചേക്കാമെന്ന് ചിന്തിക്കുമ്പോഴോ, അല്ലെങ്കിൽ എനിക്ക് സ്തോത്രം ആരുമില്ല എന്ന് ഉറപ്പിക്കുമ്പോഴോ, ഇത് പകൽ ഈ വചനത്തെ ഒന്ന് ഉറപ്പിക്കണം. ഹല്ലേലൂയ. യോസഫേ, നീ ഒറ്റപ്പെട്ടാൽ നിന്നോടൊപ്പം വരുന്ന, നിന്നോടൊപ്പം നിൽക്കുന്ന, നിന്നെ ഹല്ലേലൂയ ദൈവം പറഞ്ഞ വാഗ്ദത്തത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന, കരം പിടിച്ചുയർത്തുന്ന, അല്ലെങ്കിൽ പൊട്ടക്കൊടിയുടെ നടുവിൽ നിന്ന് അല്ലെങ്കിൽ രാജാവിൻ്റെ അരമനയിലേക്ക് നിന്നെ കൊണ്ടെത്തിക്കുന്ന ഒരു വെളിപ്പാട് നിന്റെ അകത്ത് കിടപ്പുണ്ട്, ഒരു ദർശനം നിന്റെ അകത്ത് കിടപ്പുണ്ട്. ഇന്ന് പകൽ ഒറ്റപ്പെട്ടെന്ന് തോന്നുന്ന കുഞ്ഞുങ്ങളെ, ഒറ്റപ്പെട്ടെന്ന് പറയുന്ന കുടുംബങ്ങളെ, ഒറ്റപ്പെട്ടെന്ന് പറയുന്ന യൗവനക്കാരാ, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടെന്ന് പറയുന്ന ചെറുപ്പക്കാരാ, ഈ പകൽ ഒരു ദൈവശബ്ദം ഞാൻ ഇറങ്ങി പറയാ, നിന്നെ കരം പിടിച്ചുയർത്തുന്ന ഒരു ദർശനം നിന്റെ അകത്ത് ദൈവം തന്നിട്ടുണ്ട്. ദർശനം അകത്തുണ്ടെങ്കിൽ, ദർശനം എൻ്റെ അകത്തുണ്ടെങ്കിൽ, ദർശനം നമ്മുടെ അകത്തുണ്ടെങ്കിൽ, അല്ല ദൈവം തന്നൊരു വെളിപ്പാട് നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ദൈവം തന്നൊരു സ്വപ്നം നമ്മുടെ അകത്തുണ്ടെങ്കിൽ, ഒരു കാര്യം ഉറപ്പാ, ആര് എതിരാ നിൽക്കുന്നവോ, എതിരാ നിൽക്കുന്നവന്റെ മുൻപിൽ എൻ്റെ ദൈവം നിനക്കൊരു പാത തുറക്കാതിരിക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ. ഒരു ഭാഗത്ത് അസ്തമിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് വാതിൽ തുറക്കപ്പെടുകയാണ്. മിസ്രൈമിലേക്ക് പോകുന്ന ഇസ്മായേലിലെ കച്ചവടക്കാരോട് യഹോവയായ ദൈവം പറഞ്ഞു, നിങ്ങൾ മിസ്രൈമിലേക്ക് പോകുന്ന വഴി ഒന്ന് മാറ്റിയിട്ട്, സ്തോത്രം, ദർശനം പ്രാപിച്ച വെളിപ്പാടുള്ള ഒരു പയ്യൻ, സ്തോത്രം, ഒരു പൊട്ടക്കുഴിക്കകത്ത് കിടപ്പുണ്ട്. നിങ്ങൾ പോകുമ്പോൾ സുഗന്ധദ്രവ്യങ്ങൾ ചുമന്ന് നിങ്ങൾ മിസ്രൈമിലേക്ക് പോകുമ്പോൾ ആ സുഗന്ധദ്രവ്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു വാഗ്ദത്തത്തെ കൂടെ എടുത്തുകൊണ്ട് പോകണം. അങ്ങനെയെങ്കിൽ ഒത്തിരിയൊന്നും വിശദീകരണമില്ലാതെ ഞാൻ എൻ്റെ വാക്കുകൾ ഒന്ന് രണ്ട് അതിൽ വാക്കുകളിലൂടെ പരിമിതിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിച്ചേ. അവൻ്റെ ദർശനം എന്താകുമെന്ന് ചോദിക്കുമ്പോൾ, അവൻ കണ്ട സ്വപ്നം എന്താകുമെന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയുവാൻ നമ്മുടെ മുൻപിൽ പ്രത്യേകിച്ചൊന്നും ഇല്ലാതെ തന്നെ നിൽക്കുമ്പോൾ, ഒരു കാര്യം ഇന്ന് പകൽക്കാലം മറന്നു പോകണ്ട. ഒരു വാക്കിനാലുള്ള മറുപടി അല്ല വെളിപ്പെടുന്നത്, ഒരു പ്രവൃത്തിയാലുള്ള മറുപടി. ഒരു പ്രവൃത്തിയാലുള്ള മറുപടി ദൈവം നമ്മുടെ കണ്ണിന് മുൻപിൽ തുറന്ന് ദൈവം നമ്മെ ആ വഴിയിലേക്ക് നടത്തുവാൻ ആഗ്രഹിക്കുന്നു. യോസഫേ, എല്ലാവരും തള്ളട്ടെ, എല്ലാവരും ഒറ്റപ്പെടുത്തട്ടെ, എല്ലാവരും നിന്നെ മാറ്റി നിർത്തട്ടെ, കൊന്നുകളയുവാൻ പദ്ധതിയിടട്ടെ. സ്തോത്രം. പോത്തിഫറിന്റെ വീട്ടിൽ ചെന്നിട്ടും ഒറ്റപ്പെടുത്തി, സ്തോത്രമല്ല, കാരാഗ്രഹത്തിനകത്തേക്ക് അവനെ കൊണ്ടിട്ടിട്ടും ഹല്ലേലൂയ അവൻ്റെ മേൽ പകർന്നിയ അഭിഷേകം, അവൻ കണ്ട വെളിപ്പാട്, അവൻ കണ്ട ദർശനം, അവന് ദൈവം കൊടുത്ത സ്വപ്നം, അത് സ്തോത്രം. ഓരോ പ്രതികൂലങ്ങൾ കഴിയുമ്പോഴും, ഓരോ കഷ്ടതകൾ കഴിയും തോറും, ഓരോ ഒറ്റപ്പെടലുകൾ കഴിയും തോറും, ഓരോ ഇരുട്ട് മാറും, ഓരോ ഇരുട്ടിലൂടെ പ്രവേശിക്കുമ്പോഴും അവൻ കണ്ട വെളിപ്പാട് അതൊരു പണിയായി മാറിക്കൊണ്ടിരുന്നു, അതൊരു പ്രവൃത്തിയായി മാറിക്കൊണ്ടിരുന്നു, അതൊരു വെളിച്ചമായി മാറിക്കൊണ്ടിരുന്നു. അങ്ങനെയെങ്കിൽ എന്നും നീ ഒറ്റപ്പെട്ട് കിടക്കുവാൻ, എന്നും നീ തടയപ്പെടുവാൻ, എന്നും നിന്നെ മാറ്റി നിർത്തുവാൻ ദൈവം ഇടവരുത്തത്തില്ല. ദൈവം തന്ന ദർശനത്തിന് ഒരവധിയുണ്ട്. ആ അവധിയിലെ ഹല്ലേലൂയ സ്തോത്രം സമാപ്തിയിലേക്ക് ദൈവാത്മാവ് നിന്നെ കൊണ്ടെത്തിക്കും. അതിനൊരു നിവർത്തീകരണം കാണുവാൻ ഇന്ന് പകൽ ദൈവം നമ്മെ ഇടവരുത്തേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒന്ന് രണ്ട് വാക്കുകൾ കൊണ്ട് ഞാൻ ഈ ദൈവശബ്ദത്തെ ഇവിടെ പരിമിതപ്പെടുത്തുകയാണ്. പൊട്ടക്കുഴിക്കകത്തിട്ടാൽ ദർശനം തീരുമെന്നാണോ വിചാരിച്ചത്? അങ്ങനെയെങ്കിൽ സഹോദരന്മാരെ, ഒറ്റപ്പെടുത്തിയവരെ, നിന്ദിച്ചവരെ, പരിഹസിച്ചവരെ തെറ്റുപറ്റിപ്പോയി. ഒറ്റപ്പെടുത്തി ദർശനത്തിന് ഒരു അടിവരയിട്ടിട്ട് നിങ്ങൾ പൊട്ടക്കുഴിക്കകത്തേക്ക് ദർശനം കണ്ടവനെ, വെളിപ്പാട് കണ്ടവനെ, സ്വപ്നം കണ്ടവനെ നിങ്ങൾ കൊണ്ടിട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാ, നിങ്ങൾ തകർക്കാൻ ചെയ്തതാ. പക്ഷേ ദർശനത്തിൻ്റെ ആദ്യപ്പടിയായി, അവൻ കണ്ട വെളിപ്പാടിൻ്റെ ആദ്യപ്പടിയായി ദൈവം ആ പൊട്ടക്കുഴിയെ മാറ്റിയെങ്കിൽ ഇന്ന് പകൽ പ്രാർത്ഥിച്ചിട്ടും മറുപടി കിട്ടാതെ,
ഒത്തിരി ആഗ്രഹിച്ചിട്ടും ഉയർന്നു വരുവാൻ കഴിയാതെ പ്രത്യേക സാഹചര്യങ്ങൾ ഇന്ന് പകൽ നിങ്ങൾ കുടുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു നിമിഷം എല്ലാ കണ്ണുകളും അടയ്ക്കാം. കുടുങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി എനിക്കൊരു വിധത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ലെന്ന് അതരം തുറന്ന് പല ആവർത്തി നാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം മറന്നു പോകണ്ട. ഈ പൊട്ടക്കുഴി വാഗ്ദത്തത്തിൻ്റെ ആദ്യപടിയാണ്. ഇവിടെ നിന്നാണ് നീ ഉയരാൻ പോകുന്നത് യേശുവിൻ്റെ നാമത്തിൽ. യോസഫ് എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ പിന്നീട് പൊട്ടക്കുഴിയിലേക്ക് വന്നില്ല. ആ പൊട്ടക്കുഴിക്കകത്ത് നിന്ന് ഉയർന്നവൻ രാജസിംഹാസനത്തിലേക്ക് എത്തപ്പെട്ടു. അങ്ങനെയെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിന്ന് ദൈവം നമ്മെ ഉയർത്തുമ്പോൾ എല്ലാ കണ്ണുകളും അടയ്ക്കട്ടെ. എല്ലാ കണ്ണുകളും അടച്ച് ഈ ദൈവശബ്ദത്തിൻ്റെ മുൻപാകെ നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മെ കേൾക്കുകയും കേൾക്കാതെയും, നമ്മളെ കാണുകയും കാണാതെയും, നമ്മുടെ മുൻപിൽ നിന്നും നമ്മുടെ പിൻപിൽ നിന്നൊക്കെ പലരും പലതും പറയുമ്പോൾ അതിൻ്റെ മുൻപിൽ പതറിപ്പോകാതെ ദൈവം കാണിച്ച വെളിപ്പാട്, ദൈവം കാണിച്ച ദർശനത്തിനൊത്തവണ്ണം ചുവടുകൾ ഉറപ്പിക്കുവാൻ ഈ വൈകിയ സമയം ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ. നാം ശ്രമിച്ച ഗാനങ്ങൾ ഓരോന്നും അതിനായി നമ്മെ ഉറപ്പിക്കട്ടെ, അതിനായി നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കരവും ശബ്ദവും ഉയർത്തി കർത്താവിനൊരു സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. എല്ലാ ദൈവ മക്കളും കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ കർത്താവിനൊരു സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അടുത്തൊരു തമിഴ് ഗാനം ഇങ്ങനെ പറയുന്ന, ഉമ്മയെ നമ്പി വന്നവൻ എന്ന് പറയുന്ന യേശു കർത്താവിനെ വിശ്വസിച്ച് ഒരുവൻ യേശുവിൻ്റെ അരികിലേക്ക് വന്നാൽ അവന് കൊടുക്കുന്ന മാറ്റം, അവനുണ്ടാക്കുന്ന മാറ്റം, അവന് കൊടുക്കുന്ന വാഗ്ദത്തങ്ങളെ പ്രകീർത്തിക്കുന്ന അതിമനോഹരമായ ഒരു തമിഴ് ഗാനം അബിൻ ബി എസ് നമ്മൾക്ക് വേണ്ടി ആലപിക്കുന്നു. ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. உம்மை நம்பி வந்தேன் வெக்கப்படலாம், உம்தயவனை கைவிடலாம். வெறும் கையாய் கடந்து வந்தேன், இரு பரிவாரங்கள் எனக்கு தந்தேன். வெறும் கையாய் கடந்து வந்தேன், இரு பரிவாரங்கள் எனக்கு தந்தேன். காயப்பட்டு நின்றேன், கண்ணீரில் சென்றேன், காலங்கின எனக்காக இறங்கி வந்தீர். காயப்பட்டு நின்றேன், கண்ணீரில் சென்றேன், காலங்கின எனக்காக இறங்கி வந்தீர். உடம்படிகை என்னோடு செய்து இழந்திட்ட யாவையும் திரும்ப தந்தீர்.
உடம்படிகை என்னோடு செய்து இழந்திட்ட யாவையும் திரும்ப தந்தீர். ஏல் எல்லோகேல் எல்லோகேல் எல்லோகே உம்மை துதிப்பேன். ஏல் எல்லோகேல் எல்லோகேல் எல்லோகே உம்மை துதிப்பேன். போதும் வேண்டியதெல்லாம் எனக்கு தந்தீர். வேண்டினோரெல்லாம் வீடு பெற்ற போதும் வேண்டியதெல்லாம் எனக்கு தந்தீர். பரதேசியாய் நான் தங்கினதே சுதந்திரமாக மாற்றி தந்தீர். பரதேசியாய் நான் தங்கினதே சுதந்திரமாக மாற்றி தந்தீர். உம்மை நம்பி வந்தேன் நான் வெட்கப்படலாம். உந்தையவென்னை கைவிடலாம். உம்மை நம்பி வந்தேன் நான் வெட்கப்படலாம். உந்தையவென்னை கைவிடலாம். வெறும் கையாய் கடந்து வந்தேன் இரு பரிவாரங்கள் எனக்கு தந்தே. வெறும் கையாய் கடந்து வந்தேன் இரு பரிவாரங்கள் எனக்கு தந்தே. எல்லோகேல் எல்லோகேல் எல்லோகே உம்மை துதிப்பேன். ஏல் எல்லோகேல் எல்லோகேல் எல்லோகே உம்மை துதிப்பேன். ദൈവം ധാരാളമായി പ്രിയ പൈതലെ അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് ഒരു ഹിന്ദി പാട്ടാണ്. സാത്തീരെ എന്നുള്ള അതിമനോഹരമായൊരു ഹിന്ദി ഗാനം കർത്താവദാസൻ ബ്ലസ്സൻ ബി നമ്മൾക്ക് വേണ്ടി ആലപിക്കുന്നു. പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. जीवन की खोज में निकला रे, जीवन की खोज में निकला रे। यीशु पाया, यीशु पाया, यीशु पाया, यीशु पाया। पाया सत्य पाया जीवन पाया रे, मार्ग पाया सत्य पाया जीवन पाया रे, मार्ग पाया सत्य पाया जीवन पाया रे, मार्ग पाया सत्य पाया जीवन पाया रे। वो साथी रे, साथी रे, वो बंधु रे, बंधु रे, वो साथी रे, साथी रे,
में घोर अंधेरा शैताने डाला मेरा, दुनिया में घोर अंधेरा शैताने डाला मेरा। सबके मन को उसने घेरा, सबके मन को उसने घेरा। निकला उजियाले की खोज में, निकला उजियाले की खोज में। यीशु पाया, यीशु पाया, मार्ग पाया, सत्य पाया, जीवन पाया, मार्ग पाया, सत्य पाया, जीवन पाया, मार्ग पाया, सत्य पाया, जीवन पाया रे, मार्ग पाया, सत्य पाया, जीवन पाया रे। वो साथी रे, साथी रे, वो बंधु रे, बंधु रे, वो साथी रे, साथी रे, वो बंधु रे, बंधु रे। के अंदर पाप की नगरी भरती जाए, कर्म की नगरी। मन के अंदर पाप की नगरी भरती जाए, कर्म की नगरी। रोड निकाले भवसागर से मेरी प्यासी अखियां तर से, रोड निकाले भवसागर से मेरी प्यासी अखियां तर से। निकला छुटकारे की खोज में, निकला छुटकारे की खोज में। यीशु पाया, यीशु पाया, यीशु पाया, यीशु पाया, मार्ग पाया, सत्य पाया, जीवन पाया रे, मार्ग पाया, सत्य पाया, जीवन पाया रे, मार्ग पाया, सत्य पाया, जीवन पाया रे, मार्ग पाया, सत्य पाया, जीवन पाया रे। वो साथी रे, साथी रे, वो बंधु रे, बंधु रे, वो साथी रे, साथी रे, वो बंधु रे, बंधु रे, वो साथी रे, साथी रे, वो बंधु रे, बंधु रे, वो साथी रे, साथी रे, वो बंधु रे, बंधु रे। കർത്താവദാസൻ പ്രസന്ന ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ അർത്ഥവത്തായ, വളരെ ആനന്ദകരമായ ഒരു ഗാനത്തെയാണ് നാം ശ്രവിച്ചത്. തുടർന്ന് ഒരു ഗാനം കൂടെ നാം ശ്രവിക്കാൻ പോകുന്നു, ഒരു തമിഴ് ഗാനം. അതിങ്ങനെ പറയുന്നു: പാപങ്ങൾ പോകവേ. നമ്മുടെ പാപത്തിന് വേണ്ടി, പാപത്തിൻ്റെ പരിഹാരത്തിനായി 33 തിരുവയസ്സ് വരെ തൻ്റെ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. 33 തിരുവയസ്സിൽ അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന് സകല പാപത്തെയും വഹിച്ച സർവശക്തനായ ദൈവത്തെ പ്രകീർത്തിക്കുന്ന അതിമനോഹരമായ ഒരു തമിഴ് ഗാനം. അബിൻ VS, അഗ്നസ്, അർപ്പിത എന്നിവർ വന്ന് നമുക്ക് വേണ്ടി ആലപിക്കും. വളരെ പ്രാർത്ഥനയോടെ ഈ ഗാനം ശ്രവിച്ചാൽ.
சாபங்கள் நீக்காது பூலோகம் வந்தாரையா மனிதனை நீக்காவே பரலோகம் சென்றார் சிலுவையில் சுமந்தாரையா பாபங்கள் போக்காவே சாபங்கள் நீக்காது பூலோகம் வந்தாரையா மனிதனை நீக்காவே பரலோகம் திறந்தார் சிலுவையில் சுமந்தாரையா கண்ணீரை துறந்தாரையா சந்தோஷம் தந்தாரையா கண்ணீரை துறந்தாரையா சந்தோஷம் தந்தாரையா கேட்கவில்லை வைரத்தை கேட்கவில்லை உள்ளத்தை கேட்டாரையா ஆஸ்தியை கேட்கவில்லை உள்ளத்தை கேட்கவில்லை உள்ளத்தை கேட்டாரையா தங்கத்தை கேட்கவில்லை வைரத்தை கேட்கவில்லை உள்ளத்தை கேட்டாரையா ஆஸ்தியை கேட்கவில்லை அந்தஸ்து கேட்கவில்லை உள்ளத்தை கேட்டாரையா நான் தேடி போவையில்லை தேடி வந்தாரையா நான் தேடி போவையில்லை என்னை தேடி வந்தாரையா மறந்தாலும் தந்தை உன்னை மறந்தாலும் அவன் உன்னை மறக்க மாட்டான் உற்றர் உன்னை மறந்தாலும் நண்பர் உன்னை வெறுத்தாலும் அவர் உன்னை மறக்க மாட்டான் தாய் உன்னை மறந்தாலும் தந்தை உன்னை மறந்தாலும் அவன் உன்னை மறக்க மாட்டான் உற்றர் உன்னை மறந்தாலும் நண்பர் உன்னை மறந்தாலும் அவர் உன்னை மறக்க மாட்டான் கரம் பிடிச்சு நடத்திடுவான் கண்ணாலமே நிறுத்திடுவான் கரம் பிடிச்சு நடத்திடுவான் கண்ணாலமே நிறுத்திடுவான்
പ്രിയ കുഞ്ഞുങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ആത്മനിറവുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. തുടർന്നും ചില പാട്ടുകൾ കൂടെ നമ്മൾ കേൾക്കുവാൻ പോകുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവപാദപ്രത്തിലായിരിക്കാം. ഒരു പിതാവ് തൻ്റെ മകൻ്റെ മുൻപിൽ ചെല്ലുമ്പോൾ ആ മകൻ ഒരു ധൈര്യമാണ്. എന്താ കാരണമെന്ന് ചോദിച്ചാൽ, എൻ്റെ അപ്പൻ എന്നോടൊപ്പമുണ്ട്, എൻ്റെ പിതാവ് എന്നോടൊപ്പമുണ്ട്, എൻ്റെ ആശ്രയമായി, എൻ്റെ കരുതലായി. ഒരപ്പൻ തൻ്റെ കുഞ്ഞിന് എപ്പോഴും ആശ്രയമാണ്, എപ്പോഴും കരുതലാണ്. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ കരുതുന്നതിനെക്കാട്ടിലും അധികമായി ഒരപ്പൻ്റെ ആശ്രയം, ഒരപ്പൻ്റെ കരുതൽ, ഒരപ്പൻ തുണയായി ഉണ്ടെങ്കിൽ ആ കുഞ്ഞിന് ഭയങ്കര ധൈര്യമാണ്. അങ്ങനെയെങ്കിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം നാം ശ്രമിക്കാൻ പോകുകയാണ്. അപ്പൻ എൻ്റെ ആശ്രയമാണ്. ആശ്രയമായ പിതാവിനെ, ആശ്രയമായ കർത്താവിനെ പ്രകീർത്തിക്കുന്ന അതിമനോഹരമായ ഈ ഗാനം കർത്താവദാസൻ ലസൻ ബി നമ്മൾക്ക് വേണ്ടി ആലപിക്കുന്ന വളരെ പ്രാർത്ഥനയോടെ ശ്രമിച്ചാലും. Hallelujah. അപ്പനെന്റെ ആശ്രയമല്ലേ, അപ്പനെന്റെ കൂടെയല്ലേ, അപ്പനല്ലാതാരുമതില്ലേ, അപ്പനവൻ ക്രൂശിതനായി, അപ്പനെന്റെ രക്ഷകനായി, അപ്പനെന്റെ സ്നേഹിതനായി. അപ്പനെന്റെ ആശ്രയമല്ലേ, അപ്പനെന്റെ കൂടെയല്ലേ, അപ്പനല്ലാതാരുമതില്ലേ, അപ്പനവൻ ക്രൂശിതനായി, അപ്പനെന്റെ രക്ഷകനായി, അപ്പനെന്റെ സ്നേഹിതനായി. അപ്പനെന്റെ ആശ്രയമല്ലേ, സുഖമായ ഭാവിയായി വീണുപോയി, ഭാവിയായോരോട് ചേർത്ത ലോകസുഖമായ ഭാവിയായി ഭാവിയായോരെന്നെ പ്രാണനോട് ചേർത്ത ഈ ലോകത്തിൽ മോഹമെല്ലാം
അടുത്തതായിട്ട് വളരെ സ്പർശിയായ ഒരു ഗാനം. അതിങ്ങനെയാണ് പാടുന്നത്. എത്ര കാലം നമ്മൾ ഈ ഭൂമിയിലുണ്ടെന്ന് നമുക്കറിയത്തില്ല. നമ്മളെക്കാൾ പ്രായം കൂടിയവർ, കുറഞ്ഞവർ, സമപ്രായക്കാരൊക്കെ ഭൂമിയുടെ പരപ്പിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ഒരു ഭക്തനായ മനുഷ്യന് പറയുവാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ആയുസ്സിൻ്റെ മുഴുകാലവും ദൈവം എനിക്ക് തന്നിരിക്കുന്ന ആയുസ്സിൻ്റെ എത്ര കാലം ഞാൻ ഈ ഭൂമിയിലുണ്ടോ അത്ര കാലം കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന് വളരെ ഉറപ്പോടെ പറയുവാൻ ഇന്ന് ഈ സന്ധ്യാസമയം നമ്മൾക്ക് കഴിയുമെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്നു കൊണ്ട് പറയണം, കർത്താവേ എത്ര കാലമുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരിക്കൽ മോശ പറയുന്നത് എൻ്റെ ആയുസ്സിനെ എണ്ണുവാൻ, എൻ്റെ കാലഘട്ടത്തെ എണ്ണുവാൻ എന്നെ ഒന്ന് പഠിപ്പിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നാം എല്ലാവരും വല്ലാതെ ഭയപ്പെട്ട് ഭയഭങ്കുലരായി പലരും മരിച്ചു പോകുമ്പോൾ, പലരും നമ്മുടെ കണ്ണിന് മുമ്പിൽ അസ്തമിച്ചു പോകുമ്പോൾ ഭയത്തോടെ നാം നമ്മുടെ ഭവനങ്ങളിൽ കഴിവതും നമ്മുടെ ഭവനങ്ങളിൽ തന്നെ നാം ആയിരിക്കുമ്പോൾ ഇന്ന് ഈ വൈകുന്നേരം ഈ ഗാനത്തോടൊരുമിച്ച് നമുക്കും പറയാം, എത്ര കാലം നാം ഈ ഭൂമിയിൽ പാർക്കുമെന്ന് നമുക്കറിയത്തില്ല, എത്ര കാലം നാം ജീവിക്കുന്നുണ്ട്, എത്ര കാലം നമ്മൾ ഈ ഭൂമിയിലുണ്ടെന്ന് നമുക്കറിയത്തില്ല. ഉള്ള കാലം മുഴുവനും കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഹൃദയത്തിലൊരു തീരുമാനത്തോടുകൂടി, അറിയാവുന്നവരൊക്കെ ചേർന്ന് ഒരു തീരുമാനത്തോടുകൂടി, ഒരു ആത്മനിറവോടുകൂടി ഇന്ന് വൈകിയ സമയം ഈ ഗാനം നമുക്ക് ശ്രവിക്കാം. അതിനായി കർത്താവിൻ പ്രിയ ജിനോ ജേക്കബിനെ ഈ ഗാനം ആലപിക്കുവാനായിട്ട് ക്രിസ്തുവിൽ ക്ഷണിക്കുന്നു. വാസം എൻ സോദര, എത്ര നാൾ നടത്തിയ ദൈവമേ നിൻ കൃപ, എത്ര നാളീ ഭൂമിൽ വാസം എൻ സോദര, എത്ര നാൾ നടത്തിയ ദൈവമേ നിൻ കൃപ. ഇന്നു കാണുവോരെല്ലാം നാളെയുണ്ടാകുമോ, നാളെയാം നാളുകൾ നാഥൻ കരത്തിലല്ലോ. ഇന്നു കാണുവോരെല്ലാം നാളെയുണ്ടാകുമോ, നാളെയാം നാളുകൾ നാഥൻ കരത്തിലല്ലോ. നാളെയാം നാളുകൾ നാഥൻ കരത്തിലല്ലോ. ചലിക്കും കാൽക്കരങ്ങൾ, തുടിക്കും ഹൃദയവും, ശ്വസിക്കും ജീവശ്വാസം എല്ലാം നിന്ദാനമേ. ചലിക്കും കാൽക്കരങ്ങൾ, തുടിക്കും ഹൃദയവും, ശ്വസിക്കും ജീവശ്വാസം എല്ലാം നിന്ദാനമേ. ദൈവമേ നിൻ കൃപ, എല്ലാമേ നിൻ കൃപ, ഇന്നോളം നടത്തിയ ദൈവമേ നിൻ കൃപ. ദൈവമേ നിൻ കൃപ, എല്ലാമേ നിൻ കൃപ, ഇന്നോളം നടത്തിയ ദൈവമേ നിൻ കൃപ. എത്ര നാളീ ഭൂമിൽ
വാസം എൻ സോദരാ, എത്ര നാൾ നടത്തിയ ദൈവമേ നിൻ കൃപ. എത്ര നാളീ ഭൂമിൽ വാസം എൻ സോദരാ, എത്ര നാൾ നടത്തിയ ദൈവമേ നിൻ കൃപ. എത്ര നാൾ നടത്തിയ ദൈവമേ നിൻ കൃപ. ക്രിസ്തുവിൽ ജനിപ്പോരേ, ക്രിസ്തുവിൽ വളർന്നോരേ, ക്രിസ്തുവിൽ മരിപ്പോരേ, ഭാഗ്യവാന്മാർ നിങ്ങൾ. ക്രിസ്തുവിൽ ജനിപ്പോരേ, ക്രിസ്തുവിൽ വളർന്നോരേ, ക്രിസ്തുവിൽ മരിപ്പോരേ, ഭാഗ്യവാന്മാർ നിങ്ങൾ. നിത്യമാം രാജ്യവും നിത്യഭവനവും കർത്തനോടൊപ്പമുള്ള വാസം മനോഹരം. നിത്യമാം രാജ്യവും നിത്യഭവനവും കർത്തനോടൊപ്പമുള്ള വാസം മനോഹരം. എത്ര നാളീ ഭൂമിൽ വാസം എൻ സോദരാ, എത്ര നാൾ നടത്തിയ ദൈവമേ നിൻ കൃപ. എത്ര നാളീ ഭൂമിൽ വാസം എൻ സോദരാ, എത്ര നാൾ നടത്തിയ ദൈവമേ നിൻ കൃപ. ഇന്നു കാണുവോരെല്ലാം നാളെയുണ്ടാകുമോ, നാളെയാം നാളുകൾ നാഥൻ കരത്തിലല്ലോ. ഇന്നു കാണുവോരെല്ലാം നാളെയുണ്ടാകുമോ, നാളെയാം നാളുകൾ നാഥൻ കരത്തിലല്ലോ. നാളെയാം നാളുകൾ നാഥൻ കരത്തിലല്ലോ. നാളെയാം നാളുകൾ നാഥൻ കരത്തിലല്ലോ. നാം ഇത്ര നേരം നമ്മൾ ഗാനങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ നാം ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാൻ പോകുകയാണ്. നാം ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ, ഒരുപക്ഷെ മുറിക്കകത്തായിരിക്കാം, നാം ഏതു സാഹചര്യത്തിലുമായി ആയിക്കൊള്ളട്ടെ, ഈ വൈകിയ സമയം നമ്മുടെ കണ്ണുകൾ നമ്മുടെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് ഹൃദയത്തെ ദൈവ സന്നിധാനത്തിൽ പകർന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തോടടുത്ത് എല്ലാ തരങ്ങളും തുറന്ന് ചില മിനിറ്റുകൾ ദൈവത്തോട് പ്രാർത്ഥിക്കട്ടെ. ഒരല്പസമയം നാം ആരാധനയ്ക്കായി കടന്നു പോകുക. ആരാധനയിലേക്ക് നാം നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരണത്തോടെ നമുക്ക് ദൈവകരത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. എല്ലാ ആദരങ്ങളും തുറന്ന് നാം ഇരിക്കുന്ന ഇരിപ്പിൽ എല്ലാ ആദരങ്ങളും തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. പുകഴ്ചയ്ക്ക് യോഗ്യനായ, ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ ഈ പകൽക്കാലം ആരാധിക്കുവാൻ, ഈ വൈകസമയം ആരാധിക്കുവാൻ ഈ ഭൂമിയുടെ പരപ്പിൽ നമുക്ക് ഒരവസരം കൂടെ ദൈവം ഒരുക്കി തന്നല്ലോ. എല്ലാ കണ്ണുകളും അടച്ച് എല്ലാ ആദരങ്ങളും തുറന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സങ്കീർത്തനം 66:1 ഇങ്ങനെ പറയുന്നു: സർവഭൂമിയുമായുള്ളവയെ ദൈവത്തിന് ഘോഷിപ്പീൻ, അവൻ്റെ നാമത്തിൻ്റെ മഹത്വം കീർത്തിപ്പീൻ. ഹല്ലേലൂയ. ആ വലിയ കർത്താവിനെ നമുക്ക് ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ
കരങ്ങളെ ചേർത്തടിച്ച് അല്പനിമിഷം നമ്മുടെ കർത്താവിനെ നമുക്ക് ആത്മാവിലും സത്യത്തിലും ചേർന്ന് ആരാധിക്കാം. ഹല്ലേലൂയ. പുകഴ്ത്തിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ. യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിയെ, ആരിലും ഉന്നതരെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിയെ, ആരിലും ഉന്നതരെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താവിനെ. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ആമേൻ. ഏറ്റുപറയാം യേശുവിനെ, കർത്താവിനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിയെ, ആരിലും ഉന്നതരെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിയെ, ആരിലും ഉന്നതരെ. സ്നേഹിച്ചിടാം യേശുവിനെ, ഏറ്റവും പ്രിയനായോനെ. ആമേൻ. സേവിച്ചിടാം യേശുവിനെ, ഇന്നുമെന്നും അനന്യനെ. സ്നേഹിച്ചിടാം യേശുവിനെ, ഏറ്റവും പ്രിയനായോനെ. ആമേൻ. സേവിച്ചിടാം യേശുവിനെ, ഇന്നുമെന്നും അനന്യനെ. യേശുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിയെ, ആരിലും ഉന്നതരെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിയെ, ആരിലും ഉന്നതരെ. ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ. നോക്കി പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവനെ. ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ. ആമേൻ. നോക്കി പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിയെ, ആരിലും ഉന്നതരെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവകുഞ്ഞാടിയെ, ആരിലും ഉന്നതരെ. യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിച്ചിടാം യേശുവിനെ,
സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയേ. ആമേൻ. സ്തുതിച്ചിടാം യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. ചെറുപാടാം ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ. അവേ വണങ്ങിടാം ദൈവ കുഞ്ഞാടിയെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ. അവേ വണങ്ങിടാം ദൈവ കുഞ്ഞാടിയെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവരെ. അവേ വണങ്ങിടാം ദൈവ കുഞ്ഞാടിയെ ആരിലും ഉന്നതനെ. എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളുന്നേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ. ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രോഗങ്ങൾ മാറും ഭൂതങ്ങൾ ഒഴിയും ബന്ധനമെല്ലാം തകർത്തിടുമേ. കുരുടരും ഉടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. അവൻ രോഗങ്ങൾ മാറും ഭൂതങ്ങൾ ഒഴിയും ബന്ധനമെല്ലാം തകർത്തിടുമേ. കുരുടരും ഉടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. ഭയമെല്ലാം മാറും നിരാശ നീങ്ങും. വിലാപനൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഒരുടും മശിഹ രാജൻ നമുക്കായി. അവൻ ഭയമെല്ലാം മാറും നിരാശ നീങ്ങും. വിലാപനൃത്തമായി തീർന്നിടുമേ. തുറന്നിടും വാതിൽ അടഞ്ഞവയെല്ലാം ഒരുടും മശിഹ രാജൻ നമുക്കായി. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. പാപങ്ങൾ ഒഴിയും ഭാരങ്ങൾ മാറും പുതിയൊരു ലോകം തുറന്നിടുമേ. കണ്ടിടും ഞാനാ നൗമ്യമ ഭൂമി. നിശ്ചയം ഞാനതിൽ വാണിടുമേ. പാപങ്ങൾ ഒഴിയും ഭാരങ്ങൾ മാറും പുതിയൊരു ലോകം തുറന്നിടുമേ. കണ്ടിടും ഞാനാ നൗമ്യമ ഭൂമി. നിശ്ചയം ഞാനതിൽ വാണിടുമേ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ. ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ.
യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സത്താന്റെ ശക്തിയെ അകത്തിടുവാൻ അവൻ എഴുന്നള്ളുന്ന യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ എഴുന്നള്ളുന്ന യേശു രാജാവായി കർത്താവായി ഭരണം ചെയ്തിടുവാൻ ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ സത്താന്റെ ശക്തിയെ തകർത്തിടുവാൻ ഓ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ യേശുവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ രാജാവേ വന്നു വാഴണമേ ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ Hallelujah Jesus Praise to Jesus ആടിയനിതാ ദേവാ ആടിയനിതാ ദേവാ ആടിയനിതാ ദേവാ ആടിയനിതാ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവവും ആടിയനിതാ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ തേടും നിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ സർവവുമാ ആടിയനിതാ ഓ ആടിയനിതാ ദേവാ ആടിയനിതാ ദേവാ ആടിയനിതാ ദേവാ ആടിയനിതാ Praise to Jesus. Thank you, Lord. Hallelujah. ദൈവനാമത്തിന് മഹത്വം. ICPF കൊട്ടാരക്കര ഏരിയയുടെ മ്യൂസിക് നൈറ്റ് പ്രസ്രവിക്കുന്ന എല്ലാ സ്നേഹിതർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കൊല്ലം ഡിസ്ട്രിക്ട് ICPFൻ്റെ പ്രവർത്തനങ്ങൾ 8 ഏരിയകളായി തിരിച്ചു വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങൾ ചാരിറ്റിയുടെ പ്രവർത്തനങ്ങളും മറ്റ് വിവിധ പ്രവർത്തനങ്ങളിലും കൊല്ലം ഡിസ്ട്രിക്റ്റിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു.
അവർക്ക് കൈത്താങ്ങലേകുവാൻ, നല്ല ഉപദേശങ്ങൾ കൊടുക്കുവാൻ, അവരെ സാമ്പത്തികമായി സഹായിക്കുവാൻ, അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ടീമാണ് ICPFൻ്റെ തന്നെ മറ്റൊരു ടീമാണ് CGPF എന്നുള്ളത്. കൊല്ലം ഡിസ്ട്രിക്റ്റിൽ 7 ഏരിയകളായി തിരിച്ചുകൊണ്ട് CGPFൻ്റെ പ്രവർത്തനങ്ങൾ വളരെ ശക്തമായി പോകുന്നു. അനേകം ദേവദാസന്മാരും സഹോദരങ്ങളും ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കൂട്ടമാണ് CGPF. ഇത്രയും നാളും ഞങ്ങളോട് ഒരുമിച്ച് പ്രവർത്തിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുമായി ബന്ധപ്പെടുക. ഇതുവരെ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും കൊല്ലം ഡിസ്ട്രിക്ട് CGPFൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം. അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ICPF കൊട്ടാരക്കര ഏരിയയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മ്യൂസിക് നൈറ്റ് നിങ്ങൾക്കെല്ലാവർക്കും വളരെ അനുഗ്രഹമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വളരെ മനോഹരമായ ഗാനങ്ങൾ നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻ്റർ കോളേജിയറ്റ് പ്രെയർ ഫെലോഷിപ്പ് വിദ്യാർത്ഥികളുടെ ഇടയിൽ അവരെ ആത്മീയമായും ധാർമ്മികമായും അവർ ഉന്നമനത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് ICPF. കൊല്ലം ജില്ലയിൽ ഈ പ്രവർത്തനം വളരെ അനുഗ്രഹമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികളുടെ കലാലയങ്ങളിൽ, അവർ പഠിക്കുന്ന സ്ഥാപനങ്ങളിൽ അവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം എത്തിക്കുകയും അതിലൂടെ അവരെ ധാർമ്മികമായും ആത്മീയമായും ഉന്നമനത്തിലേക്ക് എത്തിക്കുകയും ചെയ്യുക എന്നതാണ് ICPFൻ്റെ പ്രധാനമായ ലക്ഷ്യം. കൊല്ലം ജില്ലയിൽ 8 ഏരിയകളായിട്ട് കരുനാഗപ്പള്ളി, കൊല്ലം, ചാത്തന്നൂർ, കുണ്ടറ, കൊട്ടാരക്കര, ചെറുവക്കൽ, പുനലൂർ, പത്തനാപുരം എന്നീ ഏരിയകളായി തിരിച്ച് ഈ പ്രവർത്തനം വളരെ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനാവശ്യമായ പിന്തുണയും സഹായവും പ്രാർത്ഥനയും നൽകുന്ന CGPFൻ്റെ നല്ലൊരു നേതൃനിര കൊല്ലം ജില്ലയിൽ ICPFനായിട്ടുണ്ട്. അതിനായി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കൊട്ടാരക്കര ഏരിയ ഇപ്രകാരം ഒരു മ്യൂസിക് നൈറ്റ് നടത്തുവാൻ തീരുമാനിച്ചതിൽ വളരെ അതിയായ സന്തോഷമുണ്ട്. വളരെ നല്ല ഗാനങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ നാളുകളിൽ വളരെ നല്ല നിലയിൽ നടത്തുവാൻ ദൈവം ഞങ്ങളെ ഓരോരുത്തരെയും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അതിനായി സർവ്വമാനവും മഹത്വവും ദൈവത്തിന് അർപ്പിക്കുകയാണ്. ഈ കോവിഡ് മഹാമാരിയുടെ നടുവിലും വിവിധ തലങ്ങളിൽ ഓൺലൈനിലൂടെ തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങൾ മുടങ്ങാതെ മീറ്റിംഗ് നടത്തുകയും ഞായറാഴ്ചകളിൽ 8 ഏരിയകളുടെ പ്രാർത്ഥനകൾ സൂമിലൂടെ ഉച്ചയ്ക്ക് 3 മണി മുതൽ രാത്രി 8 മണി വരെ കണ്ടിന്യൂസ് ആയിട്ട് നടത്തുകയും ചെയ്യുകയാണ്. ഇതുകൂടാതെ ഗേൾസിന് വേണ്ടി മാത്രമായിട്ടുള്ള ഗേൾസ് മീറ്റിംഗ്, പ്രെയറിന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള പ്രെയർ, അതുപോലെ തന്നെ ചാരിറ്റി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുവാനുമെല്ലാം ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഈ പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു നല്ലൊരു ശക്തമായ വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുക. അതിലൂടെ ക്രിസ്തുവിൻ്റെ സ്നേഹം അനേക ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആത്മഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്നു, അധാർമികത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളായ നമുക്ക് വളരെ വലിയ ഒരു ലക്ഷ്യമുണ്ട്, വളരെ വലിയ ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ ആരും പിന്നോട്ട് പോകുവാൻ ഇടവരാതെ വണ്ണം കർത്താവിന് വേണ്ടി ശക്തമായി നിലകൊള്ളുവാൻ നിങ്ങളെല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ICPFൻ്റെ പ്രവർത്തനത്തോട് ചേർന്ന് സഹകരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദയവായി ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുക. എല്ലാവിധമായ പ്രാർത്ഥനയും അതുപോലെ തന്നെ സഹകരണവും ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ മ്യൂസിക് നൈറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും വളരെ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഇതിനുവേണ്ടി ഇനിഷ്യേറ്റീവ് എടുത്ത കൊട്ടാരക്കര ICPFലെ സ്റ്റുഡൻസിനും അതുപോലെ തന്നെ CGPFലെ അംഗങ്ങൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ICPFൻ്റെ കൊല്ലം ജില്ലയിലെ പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങളെല്ലാവരും വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിന്ന് ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. തൻ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഏതൊരു സന്ദർഭത്തിലും ഗാനം പാടുന്നതും കേൾക്കുന്നതും
നമ്മുടെ ജീവിതത്തിൽ വലിയ ആശ്വാസവും വിടുതലും അനുഗ്രഹവുമാണ്. കൊട്ടാരക്കര ICPFൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ മ്യൂസിക് പ്രോഗ്രാം ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശ്വാസമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നും ICPFൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്. നമ്മുടെ കണ്ണുകൾ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഒരു നിമിഷം നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല നിമിഷത്തിനായി ഞങ്ങൾ ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങളെ ശ്രവിച്ച എല്ലാ മാന്യ ശ്രോതാക്കൾക്കായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അവരെ അനുഗ്രഹിക്കണമേ. അവരായിരിക്കുന്ന അവസ്ഥകളിൽ ദൈവത്തിൻ്റെ കൃപ അവരോട് കൂടെ ഇരിക്കണമേ. ഈ പ്രത്യേക സാഹചര്യത്തിൽ ദൈവം അവരെ സൂക്ഷിക്കണമേ. പകർച്ചവ്യാധിയിൽ നിന്ന് കർത്താവ് അവരെ വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക ആശ്വാസവും ബലവും പ്രാപിച്ച് കർത്താവിൽ മുന്നേറുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ശ്രവിച്ച എല്ലാവരെയും അവിടുത്തെ നാമം ചൊല്ലി കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ICPFൻ്റെ പ്രവർത്തനങ്ങളെ പിന്നെയും അനുഗ്രഹിക്കണമേ. അനേകർക്ക് ഇതൊരാശ്വാസമായി തീരുവാൻ പിന്നെയും സഹായിച്ചാട്ട്. പൊന്നുനാമം മഹത്വമെടുക്കട്ടെ. യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ കർത്താവിൻ്റെ വരവ് വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.